എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് ഏറെ ഉപകാരപ്പെടുന്ന 2-3 കിച്ചൺ ടിപ്സുകളൊക്കെ കളക്ട് ചെയ്തുകൊണ്ടാണ് കേട്ടോ. 100% യൂസ്ഫുൾ ആയിട്ടുള്ള അടിപൊളി കിച്ചൺ ടിപ്സാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇപ്പോൾ തണുപ്പ് കാലമൊക്കെ ആയതിനെക്കൊണ്ട് നമ്മൾ കുറേ അധികം മല്ലി, മുളക്, മഞ്ഞൾ ഇതൊക്കെ പൊടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ഒരു പകുതി എത്തുമ്പോഴേക്കും തന്നെ കട്ട പിടിച്ച് പോകാനും അതേപോലെ തന്നെ തണുപ്പൊക്കെ ആയതിനെക്കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ പൂത്തു പോകാനൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ. മല്ലി, മുളകൊക്കെ നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുമ്പം അതിൻ്റെ അകത്തേക്കായിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ, പൊടിയുപ്പ് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ അത് പെട്ടെന്ന് തന്നെ പൂത്തു പോവോ കട്ട കെട്ടി പോവോ ഒന്നുമില്ല കേട്ടോ. അപ്പം ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പം നമ്മൾ കുറേ അധികം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ചെറിയൊരു 1/4 ടീസ്പൂണോളം മതിയാവും കേട്ടോ. അത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതേപോലെ തന്നെ മുളകിലും മഞ്ഞളിലൊക്കെ നമുക്ക് ഇതേപോലെ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇത് നമ്മൾ അവസാനത്തെ സ്പൂൺ എടുക്കുന്നത് വരെ ഒട്ടും തന്നെ കേടായി പോവോ കട്ട കെട്ടിപ്പോവോ പൂത്തു പോവോ ഒന്നുമില്ല കേട്ടോ. ഇങ്ങനെ ഒരു ടിപ്പ് ചെയ്യുന്നത് കാരണം നമുക്ക് എത്ര മുളകോ മല്ലിയോ മഞ്ഞളോ വേണമെങ്കിലും എത്ര കാലത്തേക്ക് വേണമെങ്കിലും സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പം 4 കിലോ 5 കിലോ മുളകൊക്കെയാണ് പൊടിച്ചിട്ട് കൊണ്ടുവരാറ്. അപ്പം ആ ടൈമിൽ ഇങ്ങനെയാണ് കേട്ടോ ചെയ്ത് വെക്കാറ്. ഒരു 6-7 മാസം വരെയൊക്കെ കേടുകൂടാതെ ഇരിക്കാറുണ്ട് കേട്ടോ. ഇത്രയും മുളകൊക്കെ അധികം നാട്ടിൽ നിന്നൊക്കെ കൊണ്ടുവരുമ്പം ഇങ്ങനത്തെ ടിപ്പാണ് ചെയ്യാറുള്ളത്. അപ്പം ഇങ്ങനെ കുറേയധികം മുളകൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കുമ്പം ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് കേട്ടോ. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. അതേപോലെ തന്നെയാണ് നമ്മൾ ഗോതമ്പൊക്കെ പൊടിച്ച് വെക്കുമ്പം അതിൻ്റെ അകത്തേക്ക് ചെറിയ ചെറിയ പ്രാണികളും അതേപോലെ തന്നെ പുഴുക്കളൊക്കെ വന്ന് നിറയുന്നത്. കുറേയൊക്കെ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞ് ഒരു പകുതിയൊക്കെ എത്തുമ്പോഴേക്ക് തന്നെ ഇത് നമുക്ക് ഇതിൻ്റെ അകത്തായിട്ട് ഇങ്ങനത്തെ പ്രാണികളെയും പുഴുക്കളെയൊക്കെ കാണാനിടയാവാറുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് ഈ ഒരു ടിപ്പ് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. നമ്മൾ ഇങ്ങനത്തെ കായത്തിൻ്റെ പൊടി വാങ്ങിക്കുമ്പം അത് ഈ ഒരു ഗോതമ്പ് പൊടിയൊക്കെ ഇട്ട് വെച്ചിട്ടുള്ള ആ ഒരു പാത്രത്തിൻ്റെ അകത്ത് സൂക്ഷിക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ചെറിയ ചെറിയ പ്രാണികളും പുഴുക്കളും ഒന്നും വരാതെ ഇരിക്കും കേട്ടോ. അപ്പം ഇത് ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇറക്കി വെച്ച് കൊടുത്താൽ മാത്രം മതി, വേറെ ഒന്നും ചെയ്യണ്ട. അതേപോലെ തന്നെ ജാതിക്ക കിട്ടുകയാണെങ്കിൽ അത് പൊടിച്ചിട്ട് ഒരു ടിഷ്യൂ പേപ്പറിൽ കെട്ടിയിട്ട് ഇതിൻ്റെ അകത്ത് വെക്കുന്നതും വളരെ നല്ലതാണ്. ഇനി അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. ഇതേപോലത്തെ ചെറുപയർ, കടല, വൻപയർ അങ്ങനത്തെ പയർ വർഗ്ഗങ്ങളൊക്കെ നമ്മൾ മാവേലിയിൽ നിന്നോ അല്ലെങ്കിൽ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് വരുമ്പോൾ തന്നെ ഇങ്ങനത്തെ കണ്ടെയ്നറിൽ ഇട്ട് വെക്കും. കുറേ അധികമൊക്കെ ഉണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ കുത്തിപ്പോവാനും അതേപോലെ തന്നെ കറുത്ത ഒരു ചെള്ള് വരാനൊക്കെയുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വരുന്ന സമയത്ത് നമുക്കിത് കണ്ടെയ്നറിലേക്ക് ഇട്ട് വയ്ക്കുമ്പം തന്നെ അതിൻ്റെ കൂടെ 2-3 വെളുത്തുള്ളി അല്ലി കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ അകത്തേക്കായിട്ട് ഒരു പ്രാണിയൊന്നും വരത്തില്ല കേട്ടോ. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. പഞ്ചസാര പാത്രത്തിൽ ഉറുമ്പ് വരുന്നത് എല്ലാവർക്കും ഉള്ളൊരു പരാതിയായിരിക്കും. അപ്പം ഈ ഒരു പഞ്ചസാര ഇട്ട് വയ്ക്കുന്ന പാത്രത്തിൻ്റെ അകത്തായിട്ട് ഉറുമ്പ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഒന്നിക്കിൽ 2-3 ഗ്രാമ്പും എടുത്തിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഇതേപോലത്തെ ഒരു വയനയില കട്ട് ചെയ്തിട്ട് അത് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തേക്കായിട്ട് ഉറുമ്പ് കയറത്തില്ല. അതേപോലെ തന്നെ ഉറുമ്പുള്ള പഞ്ചസാരയാണെങ്കിൽ കുറച്ച് വിനാഗിരി പഞ്ചസാരേൻ്റെ ആ പാത്രത്തിൻ്റെ പുറത്തും അതേപോലെ തന്നെ ആ മൂടിയിടുന്ന ആ ഒരു ഭാഗത്തൊക്കെ ആയിട്ടൊന്ന് ഒരു തുണിയിൽ നനച്ചിട്ടൊന്ന് തേച്ച് കൊടുക്കുക. ഒരു 5-10 മിനിറ്റ് കൊണ്ട് തന്നെ അതിൻ്റെ അകത്തുള്ള ഉറുമ്പൊക്കെ അങ്ങ് കയറിപ്പോകും കേട്ടോ. ആ ഒരു വിനാഗിരിൻ്റെ സ്മെല്ല് പോകുന്നത് വരെ ആ ഒരു പഞ്ചസാര പാത്രത്തിൻ്റെ അടുത്തേക്കായിട്ട് ഉറുമ്പ് വരത്തില്ല കേട്ടോ. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. നമ്മൾ ചില ടൈമിൽ ചായപ്പൊടി വാങ്ങുമ്പം ചില ചായപ്പൊടിക്ക് ഭയങ്കര ഒരു കടുപ്പം ആയിരിക്കും, അതേപോലെ തന്നെ സ്മെല്ലിലൊക്കെ ചിലപ്പം വ്യത്യാസം ഉണ്ടാവും. അങ്ങനെ വരുന്ന സമയത്ത് ചായപ്പൊടീൻ്റെ പാത്രത്തിൻ്റെ അകത്തേക്കായിട്ട് ഒരു 3-4 ഏലക്കായ കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഏലക്കായൊക്കെ ചതച്ചിട്ടുള്ള ചായയൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ ചതച്ച് ഇടാതെ തന്നെ നമുക്ക് ഈ ഒരു പഞ്ചസാര ഈ ഒരു ചായപ്പൊടി പാത്രത്തിൻ്റെ അകത്ത് ഏലക്കായ ഇട്ട് കഴിഞ്ഞാൽ ആ ഒരു ഏലക്കായൻ്റെ ചൊവ്വ ഉണ്ടാക്കുന്ന ചായക്കും കൂടെ ഉണ്ടാകുന്നതായിരിക്കും കേട്ടോ. മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്തൊരു ടിപ്പിലേക്ക് പോവാം. നമ്മൾ അരിയൊക്കെ വാങ്ങി കുറേ അധികമൊക്കെ ഉണ്ടെങ്കിൽ ഒരുപാട് നാളത്തേക്കൊക്കെ ആയിട്ട് നമ്മൾ എടുത്തു വയ്ക്കുമല്ലോ. ആ ടൈമിൽ അരിൻ്റെ അകത്തേക്കായിട്ട് കുത്തനും അതേപോലെ തന്നെ പുഴുക്കളൊന്നും വരാതിരിക്കാനും ആണിപ്പോൾ വന്ന അരി ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തുനിന്ന് അവറ്റകളെയൊക്കെ എളുപ്പത്തിൽ തന്നെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ടിപ്പും കൂടിയാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. അപ്പം ഇവിടെ കുത്തൻ കയറിയിട്ടുള്ള അരിയൊന്നും ഇല്ല, പക്ഷേങ്കിൽ ഞാൻ ഈ ഒരു അരി വെച്ചിട്ട് തന്നെ അത് പറഞ്ഞുതരാം കേട്ടോ. അപ്പം ഞാൻ ഇങ്ങനെ ഉണ്ടാവുമ്പം ഈ ഒരു ടിപ്പാണ് ചെയ്ത് നോക്കാറ്. അപ്പം ആ ഒരു കുത്തൻ കയറിയിട്ടുള്ള അരി വീട്ടിൽ മുറ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തേക്കായിട്ട് ഇടുക. അതിന് ശേഷം ഈ ഒരു അരിൻ്റെ അകത്തേക്കായിട്ട് 2 സ്പൂൺ അളവിലോ അല്ലെങ്കിൽ 1 സ്പൂണോ മുളക് പൊടി എടുത്തിട്ട് ഒന്ന് വിതറി ഇട്ട് കൊടുക്കുക കേട്ടോ. അതിന് ശേഷം 1 സ്പൂണോ കയ്യിലോ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. 1 മണിക്കൂർ കഴിയുമ്പോഴേക്ക് അതിൻ്റെ അകത്തുണ്ടാകുന്ന കുത്തനൊക്കെ കയറിപ്പോയിക്കോളൂ കേട്ടോ. അതേപോലെ തന്നെ
വിനാഗിരി ഒരു ഇങ്ങനത്തെ ഫില്ലറൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളുള്ള വീട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ ഫില്ലർ ഉണ്ടാവാറുണ്ട്. അപ്പം ഇങ്ങനത്തെ ഫില്ലറിൽ കുറച്ച് വിനാഗിരി എടുത്തിട്ട് ഡ്രോപ്പായിട്ട് ഈ ഒരു കുത്തം കയറിയിട്ടുള്ള അരിൻ്റെ അകത്തേക്കായിട്ട് ഉറ്റിച്ച് കൊടുക്കുക. അപ്പോൾ എളുപ്പത്തിൽ തന്നെ കുത്തനൊക്കെ അരിൻ്റെ അകത്തുനിന്ന് കയറിപ്പോകുന്നതായിരിക്കും കേട്ടോ. അപ്പം ഈ ഒരു അരി നമ്മൾ നന്നായിട്ട് കഴുകിയിട്ടാണല്ലോ ഉപയോഗിക്കുക. അതുകൊണ്ട് മുളക് പൊടി ആയാലും വിനാഗിരി ആയാലും ഉപയോഗിക്കുന്നതിനെ കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. ഇനിയിപ്പം അരിൻ്റെ അകത്ത് കുത്തനൊക്കെ വരാതിരിക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി ഇതേപോലെ ഇട്ട് കൊടുക്കുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ ബേക്കിംഗ് സോഡ ഒരു ടിഷ്യൂ പേപ്പറിൻ്റെ അകത്ത് പൊതിഞ്ഞിട്ട് ഈ ഒരു അരി വെച്ച പാത്രത്തിൻ്റെ അകത്ത് ഇട്ട് കൊടുത്താലും പുഴുക്കളും കുത്തനും ഒന്നും വരത്തില്ല കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.